ഇന്നത്തെ റെസിപ്പി ഹണി ചിക്കൻ ആണ്. ഹണി ചിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത്. വ്യത്യസ്തമായ ടേസ്റ്റിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ ബോൺലെസ് ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. വളരെ എളുപ്പം തന്നെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ ഒരു ഹണി ചിക്കൻ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യം ബോൺലെസ് ചിക്കൻ വേണം. ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഇതുപോലെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പം ആദ്യം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് വിനാഗിരിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കുന്നത് സോയാ സോസ് ആണ്. ഞാനിവിടെ 1 ടീസ്പൂൺ സോയാ സോസ് എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലവർ ആണ്. ഞാനിവിടെ 1/4 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കോൺഫ്ലവർ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദയിൽ നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ ചിക്കനും ഈ ഒരു മൈദയിലിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ചിക്കനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി തിളച്ച് വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ചിക്കൻ നന്നായിട്ട് വെന്ത് കളറെല്ലാം മാറി നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു സോസ് തയ്യാറാക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ഒരു ബട്ടർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഈ ഒരു ബട്ടറിൽ വഴറ്റിയെടുക്കുക. ചെറുതായി ഒന്ന് കളർ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ചെറുതായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഇത്രയാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് ചെറിയ തീയിൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഹണി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് ഹണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹണി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയം തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹണി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ മധുരത്തോടു കൂടി വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ള് കൂടി ചേർത്തിട്ടുണ്ട്. നിർബന്ധമില്ല, നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.